നമ്മുടെ വീട്ടിൽ നമ്മൾ അറിയാതെ എവിടെയെങ്കിലും കറണ്ട് പാഴാകുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിൾ ഐറ്റം ഇതിനകത്ത് തന്നെ ഉണ്ട്. ഈ ഒരു ബട്ടൺ കാണുന്നുണ്ടല്ലോ. ആരുടെങ്കിലും വീട്ടിലൊക്കെ പഴയ മീറ്റർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഈ ഒരു പുതിയ മീറ്ററിലേക്ക് മാറണമെന്നാണ് നമ്മൾ പറയുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് കണ്ടുപിടിച്ച് നമ്മുടെ വീട്ടിലെ ആ ഒരു പ്രശ്നം മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ്, എന്നാൽ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടൊരു വീഡിയോ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരുടെയും വീട്ടിൽ നമുക്കറിയാം ഇപ്പം കറണ്ട് ബില്ല് കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിന്റെ മാത്രമല്ല നമ്മൾ പൈസ അടയ്ക്കുന്നത്, നമ്മൾ ഉപയോഗിക്കാത്ത കറണ്ടിന്റെ പൈസ അടയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ച് മതിയാവും. കാരണം നമ്മുടെ ഈ ഒരു മീറ്റർ നിങ്ങൾ കാണുന്നുണ്ടാവും. എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലുള്ള പുതിയ ഡിജിറ്റൽ മീറ്ററാണ് ഇരിക്കുന്നത്. ഈ ഒരു ഡിജിറ്റൽ മീറ്റർ വഴി നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ആരുടെങ്കിലും വീട്ടിലൊക്കെ പഴയ മീറ്റർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഈ ഒരു പുതിയ മീറ്ററിലേക്ക് മാറണമെന്നാണ് നമ്മൾ പറയുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് കണ്ടുപിടിച്ച് നമ്മുടെ വീട്ടിലെ ആ ഒരു പ്രശ്നം മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ വീട്ടില് നിങ്ങൾ അറിയാതെ നിങ്ങൾ ഈ കറണ്ട് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് നമ്മുടെ മീറ്ററിൽ തന്നെ അറിയാൻ പറ്റും. ഇതേ ഇപ്പം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. കണ്ടല്ലോ, ഇതിപ്പം ഒരു ഡിജിറ്റിൽ എപ്പോഴും നമ്മുടെ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് പെട്ടെന്ന് നോക്കി ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷെ KSBക്കാർ വരുമ്പോൾ ഒരു കൃത്യമായിട്ട് ഇത് നോക്കിയിട്ടാണ് അവർ ബില്ല് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ അറിയാതെ എവിടെയെങ്കിലും കറണ്ട് പാഴാകുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിൾ ഐറ്റം ഇതിനകത്ത് തന്നെ ഉണ്ട്. ഈ ഒരു ബട്ടൺ കാണുന്നുണ്ടല്ലോ. ഇതുപോലുള്ള ഡിജിറ്റൽ മീറ്ററിലെല്ലാം ഇതുപോലുള്ള ഒരു ബട്ടൺ ഉണ്ടാകും. വെളുപ്പോ കറുപ്പോ നിറത്തിലുള്ള ബട്ടണുകളായിരിക്കും. അപ്പൊ നമുക്ക് അതിലൊന്ന് ഞെക്കാം. ഇതുണ്ടോ, ഇങ്ങനെ ഞെക്കുമ്പോൾ നമുക്ക് വിവിധ തരത്തിലുള്ള ഡിജിറ്റുകൾ ഇതിനകത്ത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് വേണ്ടുന്നത് കിലോ വാട്ട്സ് എന്ന് പറയുന്ന ഒരു മീറ്ററിനകത്ത് എഴുതി കാണിക്കും. KW എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അവിടേക്കാണ് നമുക്ക് പോകേണ്ടുന്നത്. ഇതാ കണ്ടോ, ഇപ്പൊ ഇത് കിലോ വാട്ട്സ്. ഇതാണ് കിലോ വാട്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് 0.192 എന്നൊക്കെയാണ് ഇത് കാണിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടതാണ്, ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, ഇതിങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നിങ്ങളത് കണ്ടു കാണുമായിരിക്കുമല്ലോ. ഇനി ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ എല്ലാ സ്വിച്ചുകളും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ സ്വിച്ചുകളും നമ്മൾ ഓഫ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിൽ അധികത്തിലുള്ള കറണ്ട് പോകുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളെല്ലാ സ്വിച്ചും ഓഫ് ചെയ്യുമ്പോൾ ഞാൻ ഈ കാണിച്ച കിലോ വാട്ട് എന്നുള്ളത് മുഴുവൻ 0 ആയിരിക്കണം. എങ്കിൽ മാത്രമേ അധികപ്പറ്റായിട്ട് അല്ലെങ്കിൽ അധികമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കറണ്ട് പോകുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സ്വിച്ചുകളെല്ലാം ഓഫ് ചെയ്യാം. അതായത് നമ്മുടെ ഇവിടെ ഈ ഒരു പോയിന്റിൽ ഒരു 3-4 സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചുകളെല്ലാം നമ്മൾ ആദ്യം ഓഫ് ചെയ്യാം. അപ്പൊ ഇത് മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള ബാക്കി എല്ലാ സ്വിച്ചുകളും ഓഫ് ചെയ്യണം. അതുകൂടെ ഓഫ് ചെയ്തിട്ട് വരാം. നമ്മുടെ ഈ ഒരു സെക്ഷനുകളുണ്ട്. ഇത് നമ്മുടെ വീടല്ല, നമ്മുടെ ഒരു ഓഫീസാണ്. അപ്പം നമുക്ക് ഈ ഒരു സ്വിച്ചുകൾ മൊത്തം ഓഫ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് നമ്മൾ മീറ്ററിന്റെ അടുത്തേക്ക് പോകുന്നു. ആ കിലോ വാട്ട്സ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. ഞാൻ പറഞ്ഞിട്ട് നമ്മൾ മീറ്ററിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇനിതാ നിങ്ങൾ നോക്കിക്കോ. ഇനി നമ്മൾക്ക് അത് കിലോ വാട്ട്സിലേക്ക് മാറ്റാൻ പോവുകയാണ് കേട്ടോ. നമ്മളൊരു 3, 4, 5 വട്ടമൊക്കെ ഞെക്കുമ്പോഴായിരിക്കും അതിനകത്ത് വരുന്നത്. പലതരത്തിലും ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് കിലോ വാട്ട്സ് ആയിരിക്കും മിക്കവാറും. ഇപ്പം ഇതിനകത്ത് മാറിയിട്ടില്ല. 0.125 കിലോ വാട്ട് എന്നാണ് എഴുതി കാണിക്കുന്നത്. അപ്പം ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ എവിടോ എർത്തിങ് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വിച്ച് ബോർഡ് വഴി കറണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കംപ്ലീറ്റ് സ്വിച്ചുകൾ ഓഫ് ചെയ്തതിനു ശേഷം പിന്നീട് ഇവിടെ വന്ന് ഈ കിലോ വാട്ട്സ് നോക്കുക. ആദ്യം കിലോ വാട്ട്സ് ചെക്ക് ചെയ്യണം. അതിനുശേഷം കംപ്ലീറ്റ് ഈ ഒരു സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഈ കിലോ വാട്ട്സ് ചെക്ക് ചെയ്യുമ്പോൾ 000 എന്നാണ് ആദ്യം കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ യാതൊരു വിധമായ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് നല്ല കറണ്ട് ബില്ല്, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കറണ്ട് ബില്ല് വരത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരിക്കലും മറന്നു പോരുത്. ഇത് മാത്രമല്ല, വേറൊരു കാര്യം കൊണ്ടുണ്ട് നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് കൂടാൻ കാരണം. അപ്പം ഇതെല്ലാവരും മനസ്സിലിരിക്കട്ടെ. ആ ചെറിയ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ആ കറണ്ട് ബില്ല് കൂടാനുള്ള രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള നമ്മുടെ ചാർജർ പോയിന്റുകളോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കറണ്ടിലേക്ക് കുത്തിയിടുന്ന മറ്റു സാധനങ്ങളൊക്കെ ആയിരിക്കും. ഒരിക്കലും ഒരു കാരണവശാലും നമ്മുടെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സ്വിച്ചുകൾ ഓണാക്കി ഇടരുത്. നമ്മൾ വിചാരിക്കും നമ്മുടെ മൊബൈൽ കുത്തിയിട്ടിട്ടില്ലല്ലോ, അപ്പോൾ ഒരിക്കലും ചാർജ് പോകത്തില്ലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് ബില്ല് പോകത്തില്ലായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഒരിക്കലും അല്ല, നമ്മുടെ കറണ്ട് ഇവിടുന്ന് ഇവിടേക്ക് പാസ് ആവുന്നുണ്ട്. അപ്പം ഇത്രയും കറണ്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഇതുപോലുള്ള സ്വിച്ചുകൾ ആവശ്യം കഴിയുമ്പം ഓഫ് ചെയ്ത് തന്നെ ഇടണം. എങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിലുള്ള കറണ്ട് ബില്ല് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു ചെറിയ കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എല്ലാവരെയും നമുക്ക് ഒരുപാട് പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട് കേരളത്തിൽ. അപ്പം അവർക്കൊക്കെ ഇത് ഉപകാരപ്പെട്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.